റെക്കോർഡിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഓഡിയബിൾ അല്ലേ? യെസ് യെസ് യെസ്, ഓക്കെ ഓഡിയബിൾ ആണ്, ഓക്കെ ഓഡിയബിൾ ആണ്. ഓക്കെ ഓക്കെ. താങ്ക് യു സജന. എല്ലാവർക്കും അഗെയിൻ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഡിഫൻസ് മെക്കാനിസംസ് ആണ്. നിങ്ങൾ ഒരു കേട്ടിട്ടുണ്ടായിരിക്കും. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ മനുഷ്യര് അവരുടെ മാനസിക സമ്മർദ്ദം, ഭയം, കുറ്റബോധം, നിരാശ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിനെ അങ്ങനെയുള്ള വികാരങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു രക്ഷാ കവചത്തെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം ഇല്ലാത്ത ആളുകൾ 90% ആൾക്കാർ, 95% ആൾക്കാർക്കും മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ആങ്സൈറ്റി, ഭയം, സാഡ്നെസ്, അങ്ങനെ പല കാര്യങ്ങളും, നിരാശ, ഹോപ്പ്ലെസ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് അവരുടെ ഇൻ്റലക്ച്വൽ കൊണ്ടും ഇമോഷണൽ മെച്യൂരിറ്റി കൊണ്ടും അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്കും അവരുടെ നിരാശയും അവരുടെ മാനസിക സമ്മർദ്ദവും ഭയവും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എടുക്കുന്ന ചില അടവുകളെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ഇത് ഡിഫൻസ് മെക്കാനിസം നല്ലതാണ്. പക്ഷെ ഒരു അതിര് കടന്നാൽ ഡിഫൻസ് മെക്കാനിസം വേറെ രീതിയിലേക്കൊക്കെ പോയതായിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. ശരിക്കും പറഞ്ഞത് ഒരു ഷോക്ക് അബ്സോർബറാണ് ഡിഫൻസ് മെക്കാനിസം. നമുക്ക് കാരണം നമ്മൾ റിയാലിറ്റീനെ വളച്ചൊടിക്കുകയാണ്. നമ്മൾ റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ റിയാലിറ്റിനെ നമ്മൾ വളച്ചൊടിക്കുന്ന പ്രക്രിയയാണ്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു മെൻ്റൽ പീസ് കിട്ടും. ആ മെൻ്റൽ പീസ് കിട്ടാൻ നമ്മൾ റിയാലിറ്റീനെ വളച്ചൊടിക്കും. അതുകൊണ്ടാണ് ഇതിനൊരു ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് നമുക്കറിയാം. നമ്മുടെ മിസ്റ്റേക്കുകൾ, നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് മിസ്റ്റേക്സ് പറ്റും. പക്ഷെ മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്കറിയാം അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പമെന്നറിയാം. പക്ഷെ നമ്മളത് വല്ലവരുടെയും തലയിൽ കെട്ടിവെക്കും. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അതേമാതിരി നമുക്ക് വളരെയധികം നെർവസ് ആയിരിക്കുമ്പോൾ, നമ്മൾ ശരിക്കും റിയലി നെർവസ് ആണ്, നമുക്കും അറിയാം, നമ്മളെ കാണുന്നവർക്കും അറിയാം. പക്ഷെ നമ്മൾ വെറുതെ ചിരിക്കും. ആ ചിരിക്കണം എന്തിനാണ്? നമ്മൾ നെർവസ് ഒന്നും അല്ല, ഞാൻ മാനേജബിൾ പേഴ്സൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരു 68 സൈക്കോളജിയിൽ ഒരു 68ഓളം ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മളെ അതിലത്തെ ഒരു 10-15 എണ്ണം വളരെ സെലക്റ്റീവായിട്ടാണ് ഇന്നത്തെ മോർണിംഗ് സർക്കിളിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺകോൺഷ്യസ് മെൻ്റൽ പ്രോസസ്സാണ് ഡിഫൻസ് മെക്കാനിസം പറഞ്ഞാൽ. നമ്മളെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില അടവുകൾ അല്ലെങ്കിൽ ചില ടെക്നിക്സ് ആണ് ഇത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു മെൻ്റൽ പീസ് കിട്ടും. ഇതിനെയാണ് നമ്മൾ ഇൻ ഷോർട്ട് ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഡിനയൽ എന്നാണ്. അതായത് ഡിനയൽ എന്ന് പറഞ്ഞാൽ റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് മടി. ഫോർ എക്സാമ്പിൾ, ഡയബറ്റിക് ഉള്ള ഒരാൾ സ്വീറ്റ്സ് കഴിക്കും. സ്വീറ്റ്സ് കഴിക്കുന്ന സമയത്ത് തന്നെ അയാൾ പറയും എനിക്കൊന്നും സംഭവിക്കില്ല പറയും. അതേമാതിരി തന്നെ പല കല്യാണങ്ങൾക്കൊക്കെ പോയ ആളുകൾ, ഡയബറ്റിക് ആയ ആൾക്കാർ വളരെ ഷോ ആയിട്ട് പായസം കഴിക്കും. പായസം കഴിക്കുമ്പോൾ പറയും എനിക്ക് ഒരു ചുക്കും എനിക്ക് സംഭവിക്കില്ലെന്ന് പറയും. ഇതിനെയാണ് ഡിനയൽ എന്ന് പറയുക. ഡിനയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള നമ്മളെ മടിയനെയാണ് ഡിനയൽ എന്ന് പറയുക. രണ്ടാമത് റേഷണലൈസേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റേഷണലൈസേഷൻ. റേഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളെ ഫെയിലിയറിന് ഗിവിങ് ലോജിക്കൽ റീസൺസ് ഫോർ അവർ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞത്. ഉദാഹരണമായിട്ട് ഒരു കുട്ടി പരീക്ഷ തോറ്റ കുട്ടി പറയും തോൽക്കാനുള്ള കാരണം ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല, ഞാൻ പരീക്ഷ എഴുതിയ ഹാളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല പറയും. അതല്ലെങ്കിൽ അധ്യാപകൻ പാർഷ്യലായിരിക്കും പറയും. ഇതൊക്കെയാണ് പറയുക. അതേമാതിരി ചില ആൾക്കാർക്ക് കോളേജിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ പറയും കോളേജിൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരുപാട് നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസാണ്, ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്. ആ വേസ്റ്റ് ഓഫ് ടൈം കൊണ്ട് നമുക്ക് ഇവിടെ വീട്ടിലിരുന്നിട്ട് പൈസ ഉണ്ടാക്കുക. അതിനപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവൻ്റെ ഫെയിലിയറിനെ അവൻ റേഷണലൈസ് ചെയ്യാണ്.
ഇതിനെ സൈക്കോളജിസ്റ്റുകൾ വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ട് സോർ ഗ്രേപ്പ് മെക്കാനിസം. സോർ ഗ്രേപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഏഹ്, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നീറ്റ് പരീക്ഷ എഴുതി. നീറ്റ് പരീക്ഷ എഴുതിയപ്പോൾ നമുക്ക് ഈ ആഗ്രഹിക്കുന്നത് MBBS സെലക്ഷൻ കിട്ടുന്നത് തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ കിട്ടിയില്ല. വല്ല ഹോമിയോ വല്ല ആയുർവേദമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് പറ്റാത്തൊരു സംഗതി കിട്ടിയാൽ ഉടനെ പറയും അല്ലെങ്കിൽ ഇപ്പം മറ്റേ മെഡിസിനൊന്നും അത്ര വലിയ സ്കോപ്പൊന്നുമില്ല, കുറേ ആളുകൾ ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡ് ആണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ സ്വയം അവർ സാറ്റിസ്ഫൈഡ് ആവും. ഇതൊക്കെയാണ് അതിനുള്ള വേറൊരു എക്സാമ്പിൾ. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് റേഷണലൈസേഷൻ എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. പിന്നെ അടുത്ത് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ മറ്റുള്ളവരുടെ മുകളിൽ ഫോഴ്സ് ചെയ്യും. പ്രൊജക്ഷൻ ചെയ്യാം. അതായത് നമ്മുടെ തെറ്റ് അല്ലെങ്കിൽ അതിന് പറയാൻ നമ്മുടെ തെറ്റുകൾ നമ്മൾ വേറെ വല്ലവരുടെ തലയിൽ കെട്ടിവെക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ തെറ്റുകൾ വല്ലവരുടെ മേലിൽ കെട്ടിവെക്കുമ്പോൾ നമുക്കൊരു അപ്പോൾ ഒരു മെന്റൽ പീസ് കിട്ടും. നമുക്കറിയാം നമ്മുടെ അടുത്ത് തന്നെയാണ് കുഴപ്പമെന്ന് അറിയാം. ഇപ്പൊ വേറൊരു ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കുട്ടികളാണ് ഈ പ്രൊജക്ഷനിലെ ഏറ്റവും കൂടുതൽ വിക്ടിംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പാരൻസിന് ഈ കുട്ടി ഡോക്ടർ ആവണമെന്നാണ്, പക്ഷേ ഈ കുട്ടിക്ക് അതിനുള്ള കാലിബർ ഇല്ല. ഈ കുട്ടിക്ക് അതിനുള്ള കാലിബർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പാരൻസിന് അവർക്ക് ഈ കുട്ടി ഡോക്ടർ ആക്കണമെന്നാണ്. അവർക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല, അതാണ് സംഭവം. അവർക്ക് ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു, അവർക്ക് അത് പറ്റിയില്ല. അപ്പൊ അവർ സ്വന്തം കുട്ടികളെ ഡോക്ടർ ആക്കണമെന്നോ എഞ്ചിനീയർ ആക്കണമെന്നൊക്കെ അവർ ആഗ്രഹിക്കും. അപ്പൊ അത് പക്ഷെ കുട്ടികൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഫീൽഡായിരിക്കും. ഇതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയാം, പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറയും. പിന്നെ വേറൊന്ന് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറയും, ബലിയാടാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ജോലിക്ക് പോകുന്ന ഒരാള് ബോസ് വഴക്ക് പറഞ്ഞു. ബോസ് വഴക്ക് പറഞ്ഞപ്പോൾ അയാൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. ഇയാൾക്ക് ബോസിനോട് തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോൾ അയാൾ അങ്ങനെ വീട്ടിൽ വന്നിട്ട് കുട്ടികളോട് കയർക്കുക, കുട്ടികളെ വഴക്ക് പറയുക, അല്ലെങ്കിൽ ഭാര്യയോട് കയർക്കുക, അല്ലെങ്കിൽ ഭാര്യേനെ വഴക്ക് പറയുക, അതൊക്കെ ചെയ്യും. ഇതന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. അതായത് റീഡയറക്റ്റിംഗ് ഇമോഷൻസ് ടു സേഫർ ടാർഗറ്റ് എന്ന് പറയും ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ അടുത്തത് റിയാക്ഷൻ ഫോർമേഷൻ. മനസ്സിലുള്ള ഫീലിങ്സ് മറച്ചു വെച്ച് മറ്റൊരാളോട് പെരുമാറുക. നമ്മുടെ മനസ്സിൽ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഉണ്ടാവും, അതിനെ നമ്മൾ ഹൈഡ് ചെയ്യും മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി, എന്നിട്ട് നല്ല വേറെ രീതിയിൽ പെരുമാറും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് നമ്മളൊരു ഫ്രണ്ടിനെ ദേഷ്യമാണ് ഇതയ്ക്കുക, വി ഡോണ്ട് ലൈക്ക് യു മറ്റേവാൾ, തീരെ ഇഷ്ടമല്ല. പക്ഷെ അയാൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓവർ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. അപ്പോൾ അതാണ് പറഞ്ഞത്, മനസ്സിലുള്ള ഫീലിങ്സ് നമ്മൾ മറച്ചു വെച്ചിട്ട് നമ്മൾ അയാളോട് നമ്മൾ പെരുമാറുന്നു. അപ്പോൾ നമുക്കൊരു മെന്റൽ പീസ് കിട്ടുകയാണ്. ഇതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സബ്ലിമേഷൻസ് ആണ്. കേട്ടിട്ടുണ്ടാവും. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അപ്പൊ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തും. ഫോർ എക്സാമ്പിൾ, ഒരു ഒരു ലേഡി, കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത ഒരു ലേഡി, അവളുടെ അഗ്ലിനെസ് കൊണ്ട് അവൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല, കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു സ്ത്രീയാണ്, അങ്ങനെ പറ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ അത് പറ്റാത്തതിന് വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തും ജീവിതത്തിൽ. കാരണം മെന്റൽ പീസ് കിട്ടണമല്ലോ. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുകിൽ നേഴ്സിംഗ് പ്രൊഫഷന് പോവും, അല്ലെങ്കിൽ നഴ്സറി സ്കൂൾ ടീച്ചറാവും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതേപോലെ വല്ല ഹോമിലോ അവിടെയൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും പ്രൊഫഷനിൽ ഏർപ്പെടും, അതല്ലെങ്കിൽ സോഷ്യൽ വർക്കിലേക്ക് പോകും. ഇതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. അതായത് അൺഎബിൾ ടു സാറ്റിസ്ഫൈ മൈ ഏർജസ്. നമ്മളെ അർജസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി ബിക്കം ഫ്രസ്ട്രേറ്റഡ്. ആ ഫ്രസ്ട്രേഷൻ മാറ്റണം. ഫോർ ടു റിമൂവ് ദാറ്റ് ഫ്രസ്ട്രേഷൻ വി അഡോപ്റ്റ് സം ടെക്നിക്ക്. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതും നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ചില ആളുകളിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഐഡന്റിഫിക്കേഷൻ, വേറൊരു തരം ഡിഫൻസ് മെക്കാനിസമാണ് ഐഡന്റിഫിക്കേഷൻ. അതിന് നമ്മൾ ഹീറോ വർഷിപ്പ് എന്നാ പറയുക. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ
നമുക്ക് ചില ആൾക്കാരെ അവരുടെ ക്വാളിറ്റീസിനെ വളരെയധികം ഇഷ്ടപ്പെട്ട നമ്മൾ അയാളെ കൊണ്ട് കോപ്പി ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ അയാളായിരിക്കും. നമുക്കറിയാം ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ പിള്ളേര് ബാറ്റ് ചെയ്യുമ്പോൾ പിള്ളേരെ ധാരണ അവരുടെ മനസ്സിൽ ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ്. അപ്പൊ അതായത് അത്രയും ഒരു വീരാരാധന എന്ന് പറയും. ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് അതർ പേഴ്സൺ. മറ്റേ ആളെ നമ്മളായിട്ട് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാണ്. അതിനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത്. അതേമാതിരി പിന്നെ ഈ ഐഡന്റിഫിക്കേഷനിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ചില ആൾക്കാർ നമ്മളാണ്ട് അറിയാണ്ട് നമ്മൾ കോപ്പി ചെയ്ത് പോകും. ഇപ്പൊ ഒരു ജൂനിയർ ടീച്ചർ വളരെ വളരെയധികം സീനിയറായ ടീച്ചറെ അയാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ചെയ്യുന്ന മാതിരിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. പിന്നെ വേറൊന്ന് കോമ്പൻസേഷൻ. നിങ്ങൾ കേട്ടതായിരിക്കും. നമ്മളെ വീക്ക്നെസ് മറച്ചു വെക്കാൻ നമ്മൾ വേറൊരു ഫീൽഡിൽ ഷൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക. നമുക്കൊരു വീക്ക്നെസ് ഉണ്ട്, നമുക്കത് അറിയാം, പക്ഷെ നമ്മത് വേറെ ആരും അറിയരുതെന്നുണ്ട്, നമ്മളത് മറച്ചു വെക്കും. അപ്പൊ അതിന് വേണ്ടി നമ്മൾ വേറൊരു അടവ് നമ്മൾ എടുക്കും. അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ എക്സാമ്പിള്, അതായത് ഓവർ അച്ചീവിങ് ഇൻ വൺ ഏരിയ. അതായത് ഇപ്പോൾ ഒരു കുട്ടി അക്കാഡമിക്സിൽ വളരെ വീക്കാണ്. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സ്പോർട്സിൽ എക്സൽ ചെയ്യും. അതേമാതിരി കാണാൻ കൊള്ളാത്ത കാണാൻ തീരെ ഭംഗിയില്ലാത്ത ഒരു 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 പെൺകുട്ടി, അവൾക്കറിയാം അവളെ അധികം ആരെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടില്ല. അപ്പൊ അവള് അക്കാഡമിക്സിൽ ഷൈൻ ചെയ്യും. അക്കാഡമിക്സിൽ ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കാണാൻ കൊള്ളാത്ത ഒരാളാണെങ്കിലും എല്ലാവരും അവളെ ശ്രദ്ധിക്കും. ഇത് അവൾക്കറിയാം. അപ്പൊ ഇതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഓവർ അച്ചീവിങ് ഇൻ വൺ ഏരിയ ടു കവർ അവർ വീക്ക്നെസ്. നമ്മൾ വീക്ക്നെസ് കവർ ചെയ്യാൻ വി ഓവർ അച്ചീവ് തിങ്സ്. പിന്നെ പിന്നെ ഹ്യൂമർ. നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ തമാശകൾ പറയും. പക്ഷെ അത് അപ്പൊ ആൾക്കാർ ധരിക്കും നമുക്ക് പ്രത്യേകിച്ച് സ്ട്രെസ് ഒന്നുമില്ല. പക്ഷെ ഈ സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ കവർ ചെയ്യാനാണ്, നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ കോമഡി ഒക്കെ പറയുക, അല്ലെങ്കിൽ ചിരിക്കുക, തമാശ ഒക്കെ പറഞ്ഞ് നടക്കുക. അതിനാണ് ഹ്യൂമർ. അത് ഇറ്റ്സ് വെരി കോമൺ. പിന്നെ വളരെയധികം കാണുന്ന ഒരു ഇതാണ് ഫാന്റസി. ഫാന്റസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിൽ നേടാൻ കഴിയാത്തത് സ്വപ്നത്തിലൂടെ നേടുക. അതായത് നമ്മളെ മനസ്സ് വാണ്ടർ ചെയ്യുക, എയിംലെസ്, ലക്കും ലഗാനും ഇല്ലാണ്ട് വാണ്ടർ ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ അച്ചീവിങ് സ്റ്റുഡൻറ്, പരീക്ഷയിലൊന്നും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റുഡൻറ് അവന് റാങ്ക് കിട്ടിയതായിട്ട് സ്വപ്നം കാണും. അതേമാതിരി എങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും പണക്കാരനാവാൻ പറ്റാത്ത ഒരാള് അവനാണ് ഞാൻ അംബാനി അവൻ മനസ്സുകൊണ്ട് അവൻ വിചാരിക്കും. അല്ലെങ്കിൽ വല്ല ടാറ്റയാണെന്നൊക്കെ അവൻ വിചാരിക്കും. റിയാലിറ്റി ഇല്ല. അവൻ ഡേ ഡ്രീം ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഡേ ഡ്രീമിങ് നല്ല തന്നെയാണ് ഒരു അപ് ടു എൻ എക്സ്റ്റെന്റ്. പക്ഷെ നമുക്ക് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരാൻ പറ്റണം. ഇപ്പൊ ഈ ഇമാജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വളരെയധികം സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറയും. നിങ്ങളൊരു സീ ഷോറിലേക്ക് പോവുക, സീ പോവുക, പോവുക എന്നുള്ള യാത്ര പ്രിപ്പറേഷൻ, അവിടെ എത്തുക, നിങ്ങൾ അവിടെ എന്തൊക്കെ കണ്ടു, അങ്ങനെ അവരെ മനസ്സിൽ നിന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് ഇമാജിനിങ് ചെയ്യാറുണ്ട്. അവിടെ എന്തൊക്കെ കണ്ടു, അവിടെ ആരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു, സൺസെറ്റ് കണ്ടു, അങ്ങനെ അങ്ങനെ ഇപ്പൊ എവിടെയും പോകുന്നില്ല, ആള് വീട്ടിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇമാജിനേഷനിൽ കൂടെ മനസ്സിനെ കാമാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് റിയാലിറ്റിയിലേക്ക് മടങ്ങി വരാൻ കഴിയണം. റിയാലിറ്റിക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് വേറെ പ്രോബ്ലംസ് ഒക്കെ പിന്നീട് വരാറുണ്ട്. അപ്പൊ ഇതിനാണ് ഫാന്റസി. ഫാന്റസി അപ് ടു എൻ എക്സ്റ്റെന്റ് ഫാന്റസി നല്ലത് തന്നെയാണ്. പിന്നെ ഇന്റലക്ച്വൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ്. കൂടുതൽ ഇയാൾ ഇന്റലക്ച്വൽ ആണ്, പക്ഷെ ഹി തിങ്സ് ടു മച്ച്. അതായത് അതിന് ഡിഫൻസ് മെക്കാനിസത്തിൽ പറയുന്നത്, ക്യാൻസറിന് ഒരാൾക്ക് നല്ല പേടിയാണ്, പക്ഷെ ഇയാൾ ക്യാൻസറിനെ കുറിച്ച് ക്ലാസ് എടുക്കും. ക്യാൻസറിന് ഭയങ്കര പേടിയാണ്. അത് പേരെ കേൾക്കുമ്പോൾ പേടിയുള്ള ആള് വളരെ വാചാലനായിട്ട് ക്യാൻസറിനെ കുറിച്ചിട്ട് സംസാരിക്കും. അപ്പൊ അയാളുടെ ഇമോഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾക്കൊരു മെന്റൽ പീസ് കിട്ടും.
ഇതിനാണ് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് സപ്രഷൻ. സപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വേറൊരു ഡിഫൻസ് മെക്കാനിസം ആണ് സപ്രഷൻ. അതായത് മനഃപൂർവമായി പെയിൻഫുള്ളായ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർമ്മയിൽ നിന്ന് കളയാൻ ശ്രമിക്കുക. നമ്മൾ ഒരു പെയിൻഫുള്ളായ ഒരു സംഭവം ലൈഫിൽ സംഭവിച്ചു വരിക, അപ്പം അതുകൊണ്ട് ഓർമ്മയിൽ വരുമ്പോൾ അതിനെ മനഃപൂർവ്വം മനസ്സിൽ നിന്ന് മാറ്റുക. ഉദാഹരണമായിട്ട് ഒരു പെൺകുട്ടി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിൽ വരും. ഓർമ്മയിൽ വരുമ്പോൾ തന്നെ അതിനെ പിടിച്ചു മാറ്റുക, തോട്ടിനെ മാറ്റിക്കളയുക. അപ്പോൾ മനഃപൂർവ്വമായിട്ട് നമ്മളെ പെയിൻഫുൾ തോട്ട്സിനെ നമ്മൾ മാറ്റും. നമുക്കറിയാം ആ പെയിൻഫുൾ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ആ തോട്ട് വരുമ്പോൾ നമ്മൾ വേറെ തോട്ടിലേക്ക് പർപ്പസ്ഫുള്ളായിട്ട് ചാടുന്നതിനെയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊന്ന് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പെയിൻഫുൾ തോട്ട്സിനെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളുകയാണ്. പെയിൻഫുള്ളായ ഡിസ്ട്രെസ്സിങ് എക്സ്പീരിയൻസിനെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് പെയിൻഫുള്ളായിട്ടുള്ള വളരെയധികം വേദനാജനകമായ ഒരു കാര്യമുണ്ട്. അത് നമുക്ക് ഓർമ്മിക്കുമ്പോൾ തന്നെ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിനെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളും. അതൊരു മൈൻഡിൻ്റെ ഒരു കപ്പാസിറ്റിയാണിത്. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു വിചാരിക്കുക. മരിച്ചു വരിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്ക് അയാളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെത്തൊക്കെ സംഭവിച്ചു വരിക്കുക. പക്ഷെ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദിസ് ഗോസ് ഇൻ ടു ദ അൺകോൺഷ്യസ് മൈൻഡ്. അങ്ങനെ മൈൻഡിനൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹ്യൂമൻ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് റിപ്രഷൻ എന്ന് പറയുക. പെയിൻഫുൾ തോട്ട്സിനെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ തള്ളുന്ന ഒരു പ്രക്രിയയാണ് റിപ്രഷൻ. പിന്നെ റിഗ്രഷൻ എന്ന് പറയും. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ്ഹുഡ് ബിഹേവിയറിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. റിഗ്രഷൻ, REGRESSION, റിഗ്രഷൻ. അതായത് ഒരു വ്യക്തി പ്രായമൊക്കെ ആകുമ്പോൾ ബാല്യകാലത്തിലേക്ക് മടങ്ങിപ്പോവും. അവർ ചൈൽഡ്ഹുഡ് ബിഹേവിയർ കാണിക്കും. ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയും. പിന്നെ എനിക്ക് എല്ലാവരും എന്നെ വെറുക്കുകയാണെന്ന് പറയും. പിന്നെ ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോകുമെന്ന് പറയും. കുറേ ദിവസം ആരോടും മിണ്ടില്ല. ചിലപ്പോൾ ഇവരെന്ത് ചെയ്യുക അറിയോ? വല്ല രോഗം വന്നവരുമാതിരി പുതച്ച് മൂടിയിട്ട് വീട്ടിൽ കിടക്കും. കാരണം അതൊരു അടവാണെന്നാണ് പറയുന്നത്. കാരണം റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഇവരുടെ ഒരു അടവാണ് ഈ പുതച്ച് മൂടി കിടക്കലൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ സ്കിസോപ്രീനിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഈ റിഗ്രഷനിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അൺഎബിൾ ടു ബിഹേവ് ആസ് അഡൾട്ട് ബട്ട് ആസ് എ ചൈൽഡ്. ഒരു അഡൾട്ട് ബിഹേവ് ചെയ്യുന്ന മാതിരി അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദേ ബിഹേവ് ആസ് ലൈക്ക് എ ചൈൽഡ്. അപ്പം അതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ടുള്ള കുറേ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി അതിന് ചില ഇന്റർവെൻഷൻസ് ഒക്കെ ഉണ്ട്. ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൻസ് മെക്കാനിസം നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഹെൽത്തിയാണ്. പക്ഷെ നമുക്ക് റിയാലിറ്റിയിലേക്ക് മടങ്ങി വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്കിതിന് വേണ്ടത്. ഇങ്ങനെ സൈക്കോളജികളൊക്കെ ഇങ്ങനെ ആൾ വരുമ്പോൾ അവന് അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുക. അതേമാതിരി സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കും. പിന്നെ അവരോട് ജേർണലൈസ് ചെയ്യാൻ പറയും. പിന്നെ ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസസ്, റിലാക്സേഷൻ എക്സർസൈസസ് അതൊക്കെ ചെയ്യാൻ പറയും. പിന്നെ ചില പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ അവർക്ക് കൊടുക്കും. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കേസുകൾക്ക് കൂടുതൽ ചെയ്യാം. പക്ഷെ ഇതിപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുന്നതുകൊണ്ട് പറയല്ല, ഡിഫൻസ് മെക്കാനിസം നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വളരെയധികം സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. ആ നേരത്തെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ആ സങ്കടം അയാളെ അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ട് അയാളോട് ഇടപെടും. അവർ ഡിഫൻസ് മെക്കാനിസമാണ്. അങ്ങനെ ഒരുപാട് ഡിഫൻസ് മെക്കാനിസംസ് അറിഞ്ഞോ നോയിങ്ലി ഓർ അൺനോയിങ്ലി ദ ഹ്യൂമൻ ബീങ്സ് ആർ യൂസിങ്. ദിസ് ഈസ് കോൾഡ് ഡിഫൻസ് മെക്കാനിസം. ദിസ് ഈസ് എ ഷോക്ക് അബ്സോർബർ.
These are all some of the strategies used by the individual to cope up the situation, and it is automatically done by our conscious mind, and it is doing by our unconscious mind to satisfy our ego. ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് മോർണിംഗിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് 6 മണിയായി, ഫാസ്റ്റായിട്ട് പോയി. ഗുഡ് മോർണിംഗ് സാർ. സാർ പറയൂ സാർ. വളരെ നല്ല സെഷൻ ആയിരുന്നു. സാർ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ ഡിഫൻസുകളെ കുറിച്ചും അതിന്റെ സാർ പറഞ്ഞ പോലെ 60 ചില്ലാനുണ്ടെന്നല്ലേ പറഞ്ഞത്? 68 അതിൽ നിന്നും കുറച്ച് സെലക്ട് ചെയ്ത് സാർ വിശദമായിട്ട് സംസാരിച്ചു, ഓക്കെ സാർ. വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സാർ. സാർ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. അതല്ലേ? പിന്നെ അതെ, ഞാൻ സൈക്കോളജി ഒന്നും അല്ലല്ലോ. അതല്ല, മറ്റേ സജന, ഇതിപ്പോ എന്താ സംഭവം അറിയോ? ഇത് വളരെ ലീഡിങ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഇനി ആരായാലും ഇതിന്ന് നമ്മളാരും ഇതൊന്നും വ്യത്യസ്തരല്ല. ഇപ്പൊ എനിക്ക് സജനോട് ഭയങ്കര ദേഷ്യമാണെങ്കിൽ ഞാൻ സജനെ കാണുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടല്ലേ പെരുമാറുന്നത്. അപ്പോഴാ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അടവുകളാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു പ്രത്യേക ശതമാനം ആൾക്കാരുണ്ട്. അതാണല്ലോ ചില ആളുകൾ ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? അവരാരും ഇഷ്ടപ്പെടില്ല. കാരണം അവർക്ക് ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കാൻ അറിയില്ല. അവർക്ക് അങ്ങനെ ഇമോഷണൽ പീസ് അവരായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർ വന്നപാട് കാണാൻ വിചാരിക്കും. അങ്ങനെ ആളുകളുണ്ട്. കാരണം അവർ മെന്റലി സ്റ്റേബിൾ ആണ്. ദേ ആർ ലീസ്റ്റ് ബോതേർഡ് വാട്ട് അതേഴ്സ് ആർ തിങ്കിങ് ഓൺ മീ. ഇതിൽ ഏതാ നല്ല ക്വാളിറ്റി നിങ്ങളുടെ അഭിപ്രായത്തില്? നമ്മൾ മനസ്സിന് ഒരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്വയം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്, ഒരു അടവാണത്. ചില സമയങ്ങളിൽ അത് നമ്മൾക്ക് ഒരു ഇതായിട്ട് വരും. പക്ഷെ അത് ചില സമയങ്ങളില് അങ്ങനെ ബന്ധങ്ങളെ നിലനിർത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് വെരി ഗുഡ് പോയിന്റ്. അതന്നെ സംഭവം. നമുക്ക് റിയാലിറ്റി എന്താ, റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞിട്ടില്ലെങ്കിൽ പണി പാടും. അപ്പൊ അല്ലെങ്കിൽ എന്തോ ഒരു മെന്റൽ ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ ഹിസ്റ്റീരിയയിലേക്കൊക്കെ നമ്മൾ പോകുന്ന പറഞ്ഞു. ഇത് വല്ലാണ്ടായിട്ട് കൂടിക്കഴിഞ്ഞ. കാരണം വെറും ആർട്ടിഫിഷ്യൽ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഹാവ് എ നൈസ് ഡേ ഫോർ ഓൾ ഓഫ് യു. നമുക്ക് സജന എന്തെങ്കിലും ഉണ്ടോ? ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഡിഫൻസ് മെക്കാനിസം നമ്മൾ സാധാരണ നമ്മുടെ മനുഷ്യരെ എല്ലാവരിലും ചില സമയങ്ങളിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ വേറൊന്ന് കാണിക്കും. ഒന്നീ ഡിനയില് അല്ലെ പ്രൊജക്ഷന്. ഇതൊക്കെ നമ്മൾ എല്ലാം ഒരാൾ കാണിക്കണമല്ല, ചില സിറ്റുവേഷൻ. കാരണം നമുക്ക് നിലനിൽക്കാൻ വേണ്ടി ഇപ്പൊ സാറ് പറഞ്ഞ നമുക്ക് ഒരാളോട് ഇഷ്ടമല്ലെങ്കിലും ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മൾ ഇടപെടും. നമ്മുടെ ഓഫീസിലായാലും അല്ല, കാരണം ആ ഒരു വെറുപ്പ് അവരെ ഓഫീസിലൊക്കെ സ്റ്റാഫിനോടും അല്ലാതെ നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യും. ചിലതെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സാറ് പറഞ്ഞതിന്റെ കൂട്ട് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമായിട്ട് വരും. ഇല്ല, ഒരു ബേസിക് ആയിട്ട് നമുക്കൊരു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. നമ്മള് മനുഷ്യരാണല്ലോ. അപ്പം ഇത് ഏതെങ്കിലും ഒക്കെ നമ്മൾ കാണിക്കും. ഇപ്പം ചിലപ്പം നമ്മുടെ ചെറിയ മക്കളുടെ കൂടായാലും പിള്ളേരുടെ കൂടായാലും നമുക്ക് താന്നു കൊടുക്കാനോ അല്ലെങ്കിൽ സെയിം ഏജ് ഉള്ളത് താന്നു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പലതിലും ഡിനയിലും പല രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മൾ ആൾക്കാരോട് കാണിക്കാറുണ്ട്. ഈഗോയുടെ പുറത്തും ഇതും ഫാമിലിയിലായാലും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായാലും. പക്ഷെ ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവാം. ഇത് കൂടുതലാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് ഇഷ്യൂ ആയിട്ട് വരുന്നത്.
വരും വരും. എക്സാക്ട്ലി സാർ, വെരി ഗുഡ് പോയിന്റ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് സർ. നല്ല ആ ടോപ്പിക് ആയിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഈ ഡിഫൻസ് മെക്കാനിസത്തില് ഇപ്പൊ ചിലതൊക്കെ നമുക്ക് സാർ പറഞ്ഞ പോലെ സ്വയം സമാധാനിക്കാൻ വേണ്ടിയിട്ട് അതെ, എടുക്കുന്നുണ്ട് ഇപ്പം. പക്ഷെ അത് ഈ ടോക്കപ്സ്. പറഞ്ഞ പോലെ ആ പലപ്പോഴും നമ്മള് ഉം. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാണെന്ന് തോന്നുന്നു കൂടുതൽ പഠിക്കേണ്ടത്. അതെ സ്വയം സമാധാനിക്കുന്നതിന് പകരം സമാധാനിക്കുമ്പോൾ കുഴപ്പമില്ല, അപ്പം ശരിയാവും. പക്ഷേ വീണ്ടും അതേ സിറ്റുവേഷനിൽ അതേ എൻവിറോൺമെന്റിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും സെയിം അവസ്ഥയിലേക്ക് എത്തും. അതെ അപ്പൊ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അത് സാറ് ഇപ്പം അബി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ അതെ ഒരു ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുക. ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അതന്നെ നമ്മൾ അല്ലെങ്കിൽ പെടും. ഡേഞ്ചറാണ്. അതെ 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 ഒരു അതെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ സാറ്, ചില ആളുകൾ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും, എത്ര ദേഷ്യപ്പെട്ടാലും ചിരിച്ചുകൊണ്ടായിരിക്കും. അതെ പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് ദേഷ്യപ്പെടേണ്ടി വന്നാൽ ചിലപ്പോൾ അതൊരു വലിയ ആ പൊട്ടിത്തെറിയായിരിക്കും. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. യു ആർ വെൽ അതെ ഡൺ, വെൽ ടേക്കൺ. അതാണ് അതെ. അതൊരു അപ്പൊ പൊട്ടി. അങ്ങനെയുള്ള ഇപ്പൊ ഈ ശരി. പാർട്ട്നേഴ്സിന്റെ ഇടയിലൊക്കെ കണ്ടിട്ടില്ലേ, ഞാൻ എപ്പോഴും വൈഫിനോടൊക്കെ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുമ്പം ആ ചോദിക്കാറുണ്ട്, ഇതിനിപ്പോ എന്തേ ഉണ്ടായി ചോദിക്കും. അപ്പൊ വൈഫ് പറയും, ഇപ്പൊ ഉണ്ടായതല്ല, കുറെ മുമ്പ് ഉണ്ടായതിന്റെയാണ് ഇപ്പൊ കാണുന്നത് എന്നൊക്കെയാണ്. ആ മുമ്പ് എപ്പോഴോ നടന്ന സംഭവത്തിന്റെ ആയിരിക്കും ഇപ്പോൾ സംസാരിക്കുന്നത്. അതെ അപ്പൊ അതെ ഓരോ സമയത്ത് അതിനെ മാനേജ് ചെയ്ത് പോവുക. എന്തായാലും നല്ല തന്നെ അടിപൊളി ആ നല്ലൊരു സെഷൻ സാറേ, മോളെ. പാർട്ട്നേഴ്സ് താങ്ക് യു. പറയുമ്പോഴാണ് ഇപ്പൊ ഒരു മിനിറ്റ്, ഇഫ് യു ഡോണ്ട് ഗെറ്റ് ബോർ ഞാൻ പറയാം. ഇപ്പൊ ഈ ഡൈവേഴ്സസിന്റെ കണക്കൊക്കെ എടുക്കുമ്പോഴേ ഈ ഇൻഫിഡിലിറ്റി ആണ് ഡൈവേഴ്സസിന് ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറഞ്ഞു. ഇൻഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കാതിരിക്കുക. അതായത് പാർട്ട്ണർ വിചാരിക്കുകയാണ് ഇവൾ അല്ലെങ്കിൽ ഇവളോ അല്ലെങ്കിൽ ഇവനോ എന്നെ മറ്റേ വഞ്ചിക്കുന്നുണ്ട് എന്ന് വെറുതെ വിചാരിക്കുക. അപ്പൊ വല്ല എവിഡൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു എവിഡൻസും ഇല്ല, നോ എവിഡൻസ്. പക്ഷെ വിചാരിക്കുക അതൊരു രോഗമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോ. അതായത് പാർട്ട്ണർ എന്നെ വഞ്ചിക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു തെളിവോ എവിഡൻസോ ഇല്ലാണ്ട് തെറ്റിദ്ധരിക്കുക. അതിപ്പോ വളരെയധികം അതെ, എന്നാ പറയണത്, വലിയ എനിക്ക് വലിയ തോന്നുന്നത് ഈ ആ, സോഷ്യൽ ഇൻഫ്ലുവൻസ് വല്ലാതെ ഉണ്ട്. നമ്മൾ ചുറ്റും ആ, കേൾക്കുന്ന അതെ കഥകളൊക്കെ, അതെ അതെ പ്രത്യേകിച്ചും മുമ്പൊക്കെ നമുക്ക് ഇത്ര ആക്സസ് ഇല്ലായിരുന്നല്ലോ. ഇല്ല, നമ്മുടെ ആക്സസ് ഇല്ല. ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു 2 വീട് 3 വീട് അല്ലെങ്കിൽ ഒരു 10 വീടിനുള്ളിൽ ഒതുങ്ങി നിന്നിരുന്നു. ഇപ്പം അതെ, നമുക്ക് ആക്സസ് കൂടിയപ്പം കഥകൾ കൂടി. കഥകൾ കൂടി, അതാണ് സംഭവം. അതെ, അതുകൊണ്ടാണ്. എന്തായാലും റൈറ്റ്. താങ്ക് യു സർ. താങ്ക് താങ്ക് യു. യു സാർ, താങ്ക് യു. പലപ്പോഴും നമ്മൾ ഇത് അറിയാണ്ട് തന്നെ ഉപയോഗിക്കുന്നതാണല്ലേ, നമ്മുടെ അറിയാണ്ട് അൺകോൺഷ്യസ്. അതാണ്. അതായത് നമ്മളെ അൺകോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന ഒരു അടവാണിത്. അൺകോൺഷ്യസ് മൈൻഡാണ് ഇത് ചെയ്യുന്നത്, ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ, അറിയാണ്ട് ചെയ്തു പോകുന്നതാണ്. സാറ് പറഞ്ഞതില് ചിലതൊക്കെ നല്ലതാണല്ലേ. ആ ഇതില് ആ ഇതില് കുറെ ഹെൽത്തി ആയിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറഞ്ഞുതരാം. അക്കാഡമിക്സിൽ വളരെ വീക്കായ ഒരു കുട്ടി, അവൻ അങ്ങനെയാണ് അടിഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് അവൻ വേറെ എന്തിലെങ്കിലും അവൻ ഷൈൻ ചെയ്യല്ലേ നല്ലത്. അത് അവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതാണ് ശരി. അതേമാതിരി കാണാൻ ഭംഗിയില്ലാത്തൊരു പെൺകുട്ടി, അവള് ചിലപ്പോ വേറെ എന്തിനെങ്കിലും ഒരു എക്സൽ ചെയ്യും, അക്കാഡമീസിലൊക്കെ എക്സൽ ചെയ്യും. അപ്പൊ അവള് ഇതാണ് കോമ്പൻസേറ്റ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. മിക്കവാറും ചിലതൊക്കെ നല്ലത് തന്നെയാണ്, ഹെൽത്തിയാണ്, ഹെൽത്തി ഡിഫൻസ് മെക്കാനിസം ആണ്. ബട്ട് ദർ ആർ സം ഡിഫൻസ് മെക്കാനിസംസ് ദാറ്റ് ആർ ടോട്ടലി അൺഹെൽത്തി. ഇവര് ബോഡി തന്നെ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇറ്റ്സ് എ വെരി വാസ്റ്റ് സബ്ജക്ട്. ഞാൻ അതിന്റെ ഒരു എസൻസ് ഇങ്ങനെ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സജ്ജന, നമ്മളെന്നാ സ്റ്റോപ്പ് ചെയ്യാം. അതിനാർക്കും അറിയാവില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബക്രീദ് ഗ്രീറ്റിംഗ്സ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ഓൾ.